സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് നീക്കം ഊർജിതമാക്കി സർക്കാരും മദ്യക്കമ്പനികളും. വിൽപ്പന നികുതി സംബന്ധിച്ച ആദ്യ പ്രപ്പോസൽ ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ചു. GST കമ്മീഷണർ പുതിയ നികുതി നിരക്ക് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് തിരക്കിട്ട ഈ നീക്കങ്ങൾ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള നീക്കം സർക്കാർ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന നേരത്തെ തന്നെ സർക്കാർ ആലോചിച്ചിരുന്ന കാര്യമാണ്. അതിൽ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ചില ആശയക്കുഴപ്പങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. GST കമ്മീഷണർ പുതിയ നികുതി നിരക്ക് ശുപാർശ ചെയ്തതിന് പിന്നാലെ മദ്യക്കമ്പനികളും അതേപോലെ തന്നെ വിൽപ്പന നികുതി സംബന്ധിച്ച പ്രപ്പോസൽ അയച്ചു തുടങ്ങി. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് ആദ്യം സർക്കാരിന് പ്രപ്പോസൽ അയച്ചിരിക്കുന്നത് ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ബക്കാഡിക്ക് പിന്നാലെ രാജ്യത്തെ മറ്റ് മദ്യ കമ്പനികളും സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ സുതാര്യമായ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷെ അതിനോടകം തന്നെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഓഡിറ്റിംഗിനടക്കം കൂടുതൽ സുതാര്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരാനിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉത്പാദനം കൂട്ടണമെന്ന് ഏറെക്കാലമായി മദ്യ ഉത്പാദകർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ റെഡി ടു ഡ്രിങ്ക് എന്ന രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന തുടങ്ങിയിരുന്നു. ഇതേ രീതിയിൽ കേരളത്തിലും തുടങ്ങണമെന്നായിരുന്നു മദ്യ ഉത്പാദകരുടെ ആവശ്യം. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.